ഗുഡ് ഈവനിങ്. ഞാൻ ഈ കോഴ്സിലെത്തിയത് അനീഷ വിളിച്ചിട്ടാണ്. അനീഷ ഒരു ഉച്ചക്ക് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കോള് വരുന്നത്. അപ്പോൾ ഈ കോഴ്സിനെ പറ്റി പറഞ്ഞപ്പോൾ ആണോ ഇങ്ങനെയാണോ, ഞാൻ ഇത്ര പ്രായമുള്ള ആളാണ്, എനിക്കിത് പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിച്ച്. അപ്പം ഞാൻ ഒരു കോഴ്സ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ആഗ്രഹിച്ച് നിൽക്കുന്ന സമയം ഭയങ്കര വലിയ എമൗണ്ടാണ് പറയുന്നത്. അപ്പോൾ അതിങ്ങനെ നിർത്തി വെച്ചു. 44 വയസ്സിൽ ഞാൻ സിംഗിൾ മദർ ആയതുകൊണ്ട് അപ്പോൾ കുട്ടികളെ എങ്ങനെ വളർത്താൻ കഴിയും, എൻ്റെ പ്രഷറൊക്കെ എങ്ങനെ കുറയ്ക്കാൻ പറ്റൂ, ടെൻഷനൊക്കെ എങ്ങനെ പോക്കാൻ പറ്റും എന്നുള്ള ചിന്തയിലായിരുന്നു. അപ്പോഴാണ് അനീഷൻ്റെ കോൾ വരുന്നത്. ഞാൻ അപ്പോൾ തന്നെ ജോയിൻ ചെയ്തു. അതിൻ്റെ ക്ലാസ്സൊക്കെ കേട്ടു. സാറിൻ്റെ ക്ലാസ് കേൾക്കുന്നവർ ഭയങ്കര സമാധാനമായിരുന്നു. അതുപോലെ തന്നെ ഈ പെട്ടെന്നൊരു മാറ്റം എന്ന് പറയാൻ, ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, വിജയിച്ചു. അപ്പോൾ അതിന് നിൽക്കാനുള്ളൊരു ധൈര്യം വന്നത് ഇങ്ങനെ, ഞാൻ ശരിക്കും പറഞ്ഞാൽ റോഡ് ക്രോസ് ചെയ്യാൻ വരെ എനിക്ക് പേടിയാണ്. ആളുകളെ മുന്നിൽ വന്ന് നിൽക്കാൻ പേടിയാണ്. കുട്ടികളോടൊക്കെ ഭയങ്കര ഷൗട്ട് ചെയ്യും. എൻ്റെ മോനിട്ട് പുറത്തുണ്ടെന്ന് തോന്നുന്നു. മക്കളോടൊക്കെ ഭയങ്കര ഷൗട്ട് ചെയ്യുന്നത്. ആ പ്രഷർ എന്ന ഏത് വഴിക്കാണ് ഞാൻ ചെയ്യുന്നത് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഈ ക്ലാസ്സിൽ വന്നതിന് ശേഷം ഞാൻ ആകെ ആൾ മാറി. അങ്ങനെ തെരഞ്ഞെടുപ്പിലൊക്കെ നിന്നു. എല്ലാവർക്കും ഭയങ്കരമായിട്ട് അത്ഭുതം, എന്താ അസിനൊക്കെ ഒരു മാറ്റമെന്ന്. പിന്നെ ഇപ്പോൾ ജയിച്ചതിന് ശേഷം അങ്ങനെ സ്കൂളിലൊക്കെ ഇങ്ങനെ വിളിക്കൂ, ഉദ്ഘാടനത്തിലൊക്കെ വിളിക്കൂ പോവും. അപ്പോൾ അവിടുന്ന് തന്നെ സാറുമാർ പറയും 5 വർഷമൊക്കെ ഈ കൗൺസിലറായ ആൾക്കാരെക്കാട്ടിലൊക്കെ മെച്ചമുണ്ട്. അങ്ങനെ കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. ഞാൻ ആരും അല്ല എന്നുള്ള എനിക്കറിയാം, പക്ഷെ എന്തോ ഒരു മാറ്റം ഉണ്ടെന്ന് മറ്റുള്ളവർ പറയുമ്പോൾ എനിക്കൊരു സന്തോഷം. അതിന് പ്രത്യേകമായിട്ട് ഞാൻ സാറിനോടും മാമിനോടും നന്ദി പറയുകയാണ്. എന്നെ ഒന്ന് മാറ്റിയതിൽ എനിക്കിനി മാറാൻ കഴിയുമെന്ന് എനിക്ക് കുറച്ച് വിശ്വാസമുണ്ട്. ജനങ്ങൾക്ക് നല്ല സേവനം ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് സപ്പോർട്ടായിട്ട് എൻ്റെ ആങ്ങളെയാണ് എന്നെ കൊണ്ടുവന്നത്, ഫൈസൽ. അവൻ പറഞ്ഞു എന്നെ നിർത്തി. ഞാൻ വിജയിക്കുകയും ചെയ്തു. എല്ലാവരും തോറ്റപ്പോൾ ഞാൻ വിജയിച്ചു. പിന്നെ ആ സമയത്താണ് എക്സാം വന്നത്. മാമിൻ്റെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയത്. പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. മാമിൻ്റെ സ്വഭാവം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. സാറിൻ്റെ ഉന്നതിക്ക് വേണ്ടി, മാമിൻ്റെ ഉന്നതിക്ക് വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കും. താങ്ക് യു.